വല്ല ട്രാൻസ്ഫറോ സസ്പെൻഷനോ വന്നോ? എന്താ സ്വാമി അണ്ടി കളഞ്ഞ അടാനെ പോലെ ഇരിക്കുന്നത്? ആ ചെറിയാച്ചൻ വന്നിട്ട് പോയി. ഈ സർവീസ് കാലത്തിനിടയ്ക്ക് പല സ്ഥലത്തും ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ഇതുവരെ മറുത്തൊരക്ഷരം അയാളോട് എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. ഇന്ന് അതും വേണ്ടി വന്നു. മൂപ്പർ ഇവിടെ വരരുതെന്നും കള്ളു കുടിക്കാൻ പിരിവെടുക്കരുതെന്നും ഇൻസ്പെക്ടർ ഓർഡർ അല്ലേ. നമ്മൾ എന്താ സ്വാമി ചെയ്യാ? അതല്ലടോ, കൈപ്പിഴയാണോ മനസ്സറിഞ്ഞ് ചെയ്താണോ എന്നറിയില്ല. ഒരു കൊലക്കുറ്റം പേര് നടക്കുന്ന അയാളുടെ മനസ്സ് അടുത്തറിഞ്ഞിട്ടുള്ളവനാ ഞാൻ. പണ്ട് 10-16 അംഗങ്ങളുള്ള എന്റെ കുടുംബം പോറ്റാൻ കിട്ടുന്ന ശമ്പളം തികയാതിരുന്ന കാലത്ത് ഒറ്റാന്തടിയായി കഴിഞ്ഞിരുന്ന ചെറിയാച്ചൻ കീശയിലുള്ളത് മുഴുവൻ വാരി തന്നപ്പോ 2 കൈയും നീട്ടി മേടിച്ചിട്ടുള്ളവനാണ് ഞാൻ. ഇന്ന് അയാൾ ഇവിടുന്ന് കണ്ണും നിറച്ചിറങ്ങിപ്പോയപ്പോ കലങ്ങിയത് എന്റെ ചങ്കാടോ. നമ്മളെ ഇൻസ്പെക്ടർ ചെറിയാച്ചന്റെ മോനാന്ന് കേട്ടു. അതുകൊണ്ടല്ലേ കുഞ്ഞിരാമ ഈ കളി മുഴുവൻ. നാശം, നേരം എടുത്തില്ല അപ്പോഴേക്ക് ഫോൺ കളി തുടങ്ങി. ഹലോ, തല്ലണ്ടാന്നോ? ഇല്ല, തല്ലുന്നില്ല സാർ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് നല്ലപോലെ എണ്ണ തേച്ച് ഒഴിഞ്ഞ് പിയ സോപ്പ് കൊണ്ട് കുളിപ്പിച്ച് നല്ല നെല്ലുകൊത്തിരിന്റെ ചോറും കോഴിയിറച്ചിന്റെ കൂട്ടാനും കൂട്ടി ചോറ് കൊടുക്കാം. അത് പുള്ളിക്കാരന് ഇഷ്ടാവോ? എടാ, ഇത് പോലീസ് സ്റ്റേഷനാ. ഞങ്ങളെ കൈത്തരിപ്പ് തീരുമാനമല്ലടാ. അല്ലെന്ന് പറഞ്ഞ് നീ ആരാണ്ട് ആഭ്യന്തര മന്ത്രിയാ? വെക്ക്, വാങ്ങിച്ച മോനെ ഫോൺ അവിടെ വെക്കടാ. മോള് എന്നെ അറിയുമോ? ഒരച്ഛനും സ്വന്തം മോളെ പെരുവഴി വെച്ച് പരിചയപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ടാവില്ല. എന്നെ മനസ്സിലായില്ലല്ലേ? ചെറിയച്ഛൻ, നിന്റെ അച്ഛനാണ് മോളെ ഞാൻ. എന്റെ മോളെ ഞാൻ എന്താ വിളിക്കേണ്ടത്? മോളുടെ പേരെന്താ? റോസി. റോസി, റോസി. ഓ, എന്റെ ഭാരം അങ്ങനെ ഒരു ദയെങ്കിലും എന്നോട് കാണിച്ചല്ലോ. നിന്നെ ഗർഭമായിരുന്നപ്പോ അച്ഛൻ വിളിച്ച പേരാണ് മോളെ ഇത്. മോളെ, അച്ഛൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. റോസി മോളെ എന്നെ ഒരിക്കലെങ്കിലും അച്ഛന്നൊന്ന് വിളിക്കും. കേൾക്കാനുള്ള കൊതി കൊണ്ട. എന്താ മോളെ? മോളെ, മോൾ എന്തിനാ വിഷമിക്കുന്നേ? എന്റെ അച്ഛൻ എന്ത് പറ്റി? മരിച്ചുപോയെന്ന് അമ്മ കള്ളം പറഞ്ഞതല്ലേ? ഇപ്പൊ എന്താ ഉണ്ടായ മോളെ? ഞാനിന്ന് ഒരാളെ കണ്ടു, ഒരു ചെറിയ അച്ഛൻ. അദ്ദേഹം എന്റെ അച്ഛനാണെന്ന് എന്നോട് പറഞ്ഞു. ശരിയാണോ അമ്മേ? ഇനി ഒരിക്കലും നീ ആ മനുഷ്യനെ കാണരുത്. ഞാൻ ഇനിയും കാണും. കൊച്ചുനാളിൽ അച്ഛനെ ചോദിച്ച് കരഞ്ഞപ്പോഴൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് മനഃപൂർവ്വം അല്ലേ? സത്യം പറമ്മേ, ആ ചെറിയാച്ചൻ എന്റെ അച്ഛനല്ലേ? അയാളൊരു കൊലയാളിയാണ്. എന്നാൽ എന്റെ അച്ഛനല്ലേ? ആ നീചൻ നിന്റെ അച്ഛനാകുന്നതിലും ഭേദം അയാൾ മരിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് മോളെ. ജീവിച്ചിരിക്കുന്ന അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞ് മക്കളെ വിശ്വസിപ്പിച്ച അമ്മയാണ് നീജ. അതെടി, ഞാനിത് കേൾക്കണം. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഭർത്താവിൽ നിന്നും സ്വന്തം മക്കളെ ഒളിപ്പിച്ചു വെച്ചത് ശരിയാണ്. അത് തെറ്റായിപ്പോയെങ്കിൽ ഈ അമ്മ നീതിയാണ്.
ഏതാണ് കഥകളിക്കാരൻ? കൊറേ നേരമല്ലേ തുടങ്ങിയിട്ട്. കളി കാര്യമായോ? എന്താ പ്രശ്നം? ഞാൻ ഇന്ന് എന്റെ അച്ഛനെ കണ്ടു. മരിച്ചുപോയെന്ന് എല്ലാരും പറഞ്ഞ എന്റെ അച്ഛൻ. ശ്യാമേച്ചി, അച്ഛനെ സ്നേഹിക്കുക ഏത് മക്കളുടെയും ജന്മാവകാശമാണ്. അച്ഛന്റെ വാത്സല്യം മക്കളുടെയും. അത് നിഷേധിക്കപ്പെടാൻ മാത്രം എന്ത് കുറ്റമാണ് എന്റെ അച്ഛൻ ചെയ്തത്? ഞാൻ തീരെ കുഞ്ഞായിരുന്നപ്പോ കേട്ട ചില അറിവേ എനിക്കുള്ളൂ. അത് കൈമോശം വന്നു കരുതി അച്ഛനെ കണ്ടെത്തിയ നിന്നോട് പറയാൻ എനിക്ക് വിഷമമുണ്ട്. എന്നായാലും ഞാനതറിയും. പിന്നെന്തിന് എന്നോട് മറച്ചു വയ്ക്കണം? പറയൂ ശ്യാമേച്ചി. പണ്ട് നിന്റെ അച്ഛൻ പോലീസായിരിക്കെ ഭാനുമ്മയുടെ അനിയത്തി അമ്മൂട്ടി അമ്മായിയെ പിഴപ്പിച്ചു കൊന്നത് ഈ കേട്ടറിവേ എനിക്കുള്ളൂ. സത്യം ദൈവത്തിനറിയാം. അച്ഛൻ്റെ കൈകളിലൊരപ്പൂപ്പന്താടി അമ്മാനമാടി കളിച്ചു രസിക്കുന്ന കാറ്റിന്റെ കൈകളിൽ മുങ്ങിയും പൊങ്ങിയും നിലവിട്ടു. കയ്യനൂടെ അത് കൊള്ളാം. ഒന്ന് വീണു പോകാതെ പിടിക്കാന്ന് വെച്ചപ്പോ ഇനി എന്തിനാ പിടിക്കുന്നേ? ചെറിയാച്ച വീണിട്ട് കൊല്ലം എത്ര എന്നറിയോ? ആരും എന്നെ സഹായിക്കണ്ട. ഇന്നെന്തു പറ്റി? നാളെ കേസിന് പോകാൻ കാശ് കിട്ടിയില്ല അല്ലേ? ഇതൊക്കെ അന്വേഷിക്കാൻ നീ എന്റെ ആരാ? ശരിയാണ്, ആരുമല്ല. ഞാനൊരു തേവിടിച്ചി. അതൊന്നും എനിക്കറിയാൻ പാടില്ല. അറിയാം, പക്ഷെ എന്നെ അങ്ങനെ കാണാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല. പണ്ട് എന്റെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ അന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന എന്നെ മറ്റു പോലീസുകാർ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോ രക്ഷിച്ച ചെറിയാച്ചനാ. ഇന്ന് മാനം എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ നിങ്ങൾക്ക് എന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. ഞാൻ പോവാ. നിക്കേ, ഇത് വെച്ചു. നാളെ കേസിന് പോണം. ഇത് താലിയല്ലേ? ഇപ്പൊ എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. വേണ്ട. ഇന്നെനിക്ക് ഇതൊരു ഭാരമാണ്. ഇതില്ലെങ്കിലും എനിക്ക് ജീവിക്കാം. നീ എന്നെ ഒരുപാട് സഹായിച്ചു. നീ ഇതും കൂടെ. കണക്കൊന്നും ഞാൻ എഴുതി വെച്ചിട്ടില്ല. ആ, ഇതങ്ങോട്ട് വാങ്ങിച്ചേ.